അങ്ങനെ ഒരു സ്വകാര്യ സങ്കടത്തിൽ ഞാൻ കിടന്നു. എൻ്റെ വ്യക്തിപരമായൊരു സങ്കടം. ആരോട് പറയാനാ? ഞാൻ എന്നെ ജീവിതം പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം ഒരാളോടും പറയരുത്. ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് 8ൻ്റെ പണിയായി. ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് പണിയായി. അങ്ങനെ ഒരു രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വെളുപ്പിന് 2:45 എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ തിണ്ണെ ഇറങ്ങി ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുക. പാഷ ബെല്ലടിക്കുന്നു. ഞാൻ നോക്കിയപ്പം പാഷ സാമച്ചൻ പുല്ലൂര, അദ്ദേഹം ഒരു പ്രവാചകനാണ്, നിങ്ങൾക്കറിയാം. ഞങ്ങളങ്ങനെ റെഗുലർ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷേ അച്ഛൻ എനിക്ക് എന്നോട് സ്നേഹമാണ്, എനിക്ക് സ്നേഹമാണ്. അച്ഛൻ വിളിച്ചു. പ്രിൻസ് പാഷ അല്ലേ? ഞാൻ ചോദിച്ചാൽ എന്താ അച്ചായ? മോൻ്റെ കല്യാണം വിളിക്കാനാ. വെളുപ്പിന് 2:45. എൻ്റെ അച്ഛാ കല്യാണം വിളിക്കാനാണ്. അച്ഛൻ ഇവിടെ അമേരിക്കയിലാണ്. ഓ, ഞാൻ പുല്ലൂരാ മോനെ. പുല്ലൂന്ന് 2:45 വലിയ കല്യാണം വിളിക്കുമോ എല്ലാവരും വെളുപ്പിനെ? ഞാൻ ചോദിച്ചും പറഞ്ഞ് കല്യാണം വിളിക്കാൻ വേണ്ടി നിൻ്റെ പേരെഴുതിയിട്ടിട്ട് ഷൈനല്ല ഇപ്പം വിളിച്ചത്, നീ ഉണർന്നിരിക്കുവാണെന്ന് ഒരു വിഷയം വെളിപ്പാട് കാണിച്ച് ദൈവം എന്നെ ഉണർത്തിയിട്ട് പറഞ്ഞ് ഇപ്പം പറയണം ഇന്നതാ വിഷയം. ഞാൻ എന്തിനുണർന്നിരുന്നോ അതിൻ്റെ ഉത്തരവാദിത്വം. ഒറ്റ മനുഷ്യൻ കണ്ടില്ല ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. എൻ്റെ കണ്ണ് നനഞ്ഞ അറിയുന്ന ഒരപ്പനുണ്ട്. എൻ്റെ കണ്ണ് നനഞ്ഞ അറിയുന്ന ഒരപ്പനെ എനിക്കറിയാം. ഈ രാത്രി 1000 നാവോടെ ഞാൻ വിളിച്ചു പറയും, ഈ ദൈവം എൻ്റെ പിതാവാ, ഈ ദൈവം എൻ്റെ പിതാവാ. കരമെല്ലാം ഉയർത്തി പറഞ്ഞേ. മറ്റൊരനുഭവം ഞാൻ പറയാറുണ്ട്, സന്തോഷം കൊണ്ട് വീണ്ടും പറയാം. ധാരാളം അനുഭവങ്ങളുണ്ട്, എന്നാലും ഒരനുഭവം 2018 പ്രളയം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരന്തരീക്ഷം. പ്രളയം കഴിഞ്ഞു, ഞങ്ങളും ക്യാമ്പൊക്കെ നടത്തി. പക്ഷെ ഒരു രാത്രി എന്നെ ഒരു ഭയം ബാധിച്ചു. ഈ വേദത്തിലൊരു വാക്യമുണ്ട്, ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുണ്ട്. ഭയങ്കര ടോർച്ചറിങ്ങാണ്. അതൊരു പൈശാചിക പോരാട്ടമായിരുന്നു. ഭയം എന്നെ ഇങ്ങനെ ബാധിച്ചു. ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളല്ല കേട്ടോ. സ്വാഭാവികമായിട്ട് എനിക്ക് ദൈവം പല സാഹചര്യങ്ങളിൽ ഒരു കൃപ തന്നിട്ടുണ്ട്. ആ രാത്രി ഒരു ഭയം ബാധിച്ചു. ഞാൻ ഹോളിൽ പോയിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകാൻ. ഒരു സുഹൃത്ത് വരും. സുഹൃത്തിനെ വിളിച്ച് സുഹൃത്ത് വന്നു. അദ്ദേഹം വെളുപ്പിന് ഒരു 4 മണി വരെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. 4 മണി 5 മണിയായപ്പോൾ ഞാൻ വെറുതെ അവിടെ തന്നെ കിടന്നൊന്ന് ഉറങ്ങി. കണ്ണിലോട്ട് ചെറുകെ മയക്കം കയറുന്നു. നേരം വെളുത്തില്ല, ആളെ തിരിച്ചറിയത്തില്ല, പരപരാ വിളിക്കുന്നു. എൻ്റെ ഭാര്യ എന്നെ ഹോളി വന്നിട്ട് വിളിച്ച്, ഹോളും വീടും അടുത്താ ചേച്ചാ, ഒരാൾ വീട്ടിൽ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കുളിമ്പലടിച്ചു. പെട്ടെന്ന് വന്നു. ഞാൻ ചെന്നപ്പോൾ ഒരു സഹോദരനാ. എന്നാ സഹോദരാ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, രാവിലെ ഭാഷ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പൊന്ന് വന്നാ, ഭാഷ എവിടെയെങ്കിലും പോയാൽ കാണാൻ ഒക്കത്തില്ല. ശരി, എന്നാൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം വീടിനകത്ത് പ്രാർത്ഥിക്കാൻ കയറിയിട്ട് ചോദിച്ചു, എന്നോട് ചോദിച്ചു പേടിച്ചോ? ഞാൻ ചോദിച്ചു എന്താ ചുറ്റി? ഉള്ള പറ, പേടിച്ചോ? ഞാൻ പറഞ്ഞു പേടിച്ചു. 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, അദ്ദേഹം വളരെ ദൂരത്തുനിന്ന് വന്നാ, എൻ്റെ ദാസൻ, എൻ്റെ മകൻ പ്രിൻസ് റാന്നി പേടിച്ചിരിക്കുന്നു, നീ എന്ന് പറയണം, ഭയപ്പെടണ്ട, നിന്നോട് കൂടെ ഉണ്ടെന്ന്. ഞാൻ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച ദൈവദാസനോടും പറഞ്ഞില്ല ഞാൻ പേടിച്ചെന്ന് കേട്ടോ. പക്ഷേ എനിക്കൊരു കർത്താവെ അറിയാം. ഞാൻ ഒറ്റയ്ക്ക് പേടിച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ ദൂരെ എന്നൊരാളെ പറഞ്ഞു വിട്ട എൻ്റെ കർത്താവ്. അതുകൊണ്ട് 1000 നാവോടെ ഞാൻ പറയും, നിത്യപിതാവായ ഒരാളുണ്ട്, യേശു. അങ്ങനെയെങ്കിൽ വചനം സത്യ, യേശു നിത്യപിതാവാ, സമാധാന പ്രഭുവാ. കരമെല്ലാം ഉയർത്തി പറഞ്ഞേ. ഈ രാത്രി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. ഈ രാത്രി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. യേശു നിത്യപിതാവാ. അതുകൊണ്ട് തന്നെ നാം പാടും, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പറ്റമ്മയെ കവിഞ്ഞ് ആർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പവുമായ ദൈവം.